നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാപ്രകൾ ഗുജറാത്തിൽ നിന്നുള്ളൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. 2008 അവിടെ അഹമ്മദാബാദിൽ നടന്ന സ്ഫോടന പരമ്പരകളിൽ കുറ്റക്കാരാണ് എന്ന് കണ്ട് 38 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. 11 പേരെ ജീവപര്യന്തം തടവിനും ശിക്ഷിച്ചിരുന്നു. പ്രത്യേക കോടതിയാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. പിന്നീട് ഇവർ അപ്പീൽ പോയി ഹൈക്കോടതി. പക്ഷേ ഹൈക്കോടതിയും ആ 38 പേരുടെ വധശിക്ഷ ശരിവെച്ചു. ഇതായിരുന്നു വാർത്ത. പക്ഷേ ഒരു കാര്യം അവർ മറച്ചു പിടിച്ചു. ഈ 38 പേരിൽ 3 പേർ മലയാളികളാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. 2 ഈരാറ്റുപേട്ടക്കാരും 1 മലപ്പുറക്കാരനും. പിന്നെ വേറൊരാൾക്ക് ജീവപര്യന്തം കിട്ടിയിട്ടുണ്ട്. അത് ആലുവ സ്വദേശിയാണ്. അപ്പോൾ ഈ വാർത്ത വന്നു. അപ്പോൾ ഈ സംഭവം അറിയാവുന്നതുകൊണ്ട് ഏതെങ്കിലും മലയാള മാധ്യമം ഇവരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ കരുതി. കഴിഞ്ഞ ദിവസം കുറേ സമയം നെറ്റിൽ നോക്കിയിട്ടൊന്നും ഒരൊറ്റ ഫോട്ടോ പോലും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ആ ന്യൂസ് എടുത്തപ്പോഴും ഈ പ്രതികളെയൊക്കെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകർ കാണുമ്പോൾ ഇവരുടെ ഈ മുഖം മൂടി ഇട്ട രൂപം മാത്രമേ ഉള്ളൂ. അവരുടെ മുഖം കാണിക്കത്തില്ല. ഇത്തരം കേസുകളിൽ അങ്ങനെയാണ്. അത്തരം ചിത്രമല്ലാതെ ഇവരുടെ മുഖം കാണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രവും നെറ്റിലൊന്നും നോക്കിയിട്ട് കിട്ടിയേയില്ല. ഞാൻ മനോരമ നോക്കി, മാതൃഭൂമി നോക്കി, കേരളകൗമുദി നോക്കി, എന്തിന് ദേശാഭിമാനിക്കാരൊക്കെ നോക്കിയിട്ടും അവിടെ മലയാളികൾക്ക് വധശിക്ഷ എന്ന പോലും ഇല്ല. പിന്നല്ലേ ഫോട്ടോ വരുന്നത്. അങ്ങനെ ഇവരുടെ ഫോട്ടോ കിട്ടാൻ എന്താണ് മാർഗം? അപ്പോൾ എനിക്കറിയാം, എപ്പോഴും ഞാൻ ഇവരുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്, ഈ വാർത്ത കണ്ടിട്ടുണ്ട്. അതേതോ ഒരു ഇംഗ്ലീഷ് ഓൺലൈൻ ചാനലായിരുന്നു. അങ്ങനെ ആ വഴിക്ക് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ഒടുവിൽ ഇന്ന് നോക്കിയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് മധുതികളുടെ പത്രമുണ്ടല്ലോ, മാധ്യമ ദിനപത്രം, അതിനകത്ത് ഈ 3 പേരുടെയും ഫോട്ടോ കൊടുത്തിരിക്കുന്നു. അത് ഇപ്പോഴുള്ള ഫോട്ടോ അല്ല കേട്ടോ. ആ ഫോട്ടോ കാണുമ്പോഴേ അറിയാം അത് അവർ ആ കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിലുള്ള നമുക്ക് തീരെ ചെറുപ്പമായിട്ടുള്ള 3 ചെറുപ്പക്കാരാണത്. അവരുടെ ഫോട്ടോ മാധ്യമം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അഹമ്മദാബാദ് സ്ഫോടന കേസിൽ ദുരൂഹത ഒഴിയുന്നില്ല, ഇവർ നിരപരാധികളാണ് എന്ന് അവരുടെ ബന്ധുക്കൾ പറഞ്ഞത്. ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ ഉപ്പയും ഉമ്മയും മറ്റു ബന്ധുക്കളൊക്കെയാണ്. പിന്നെ അവരൊക്കെ നിരപരാധിയാണ് എന്നല്ലാതെ പിന്നെ ഇവരൊക്കെ ഭീകരവാദിയാണ് എന്ന് പറയുമോ? അത് ഏതൊരു മാതാവിൻ്റെ ആണെങ്കിലും പിതാവിൻ്റെ ആണെങ്കിലും അവരുടെ മക്കൾ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മോൻ ഭീകരവാദിയാണ് എന്ന് ആരെങ്കിലും പറയുമോ? അവൻ നിരപരാധിയാണെന്നേ പറയത്തുള്ളൂ. ഏതെങ്കിലും കള്ളൻ അല്ലെങ്കിൽ ഏതെങ്കിലും കൊലപാതകി ഞാൻ ചെയ്തതാണ് എന്ന് സമ്മതിക്കാറുണ്ടോ? തെളിവുകളൊക്കെ നിരത്തിയാണ് പിന്നീട് അവർ തന്നെയാണ് ആ കുറ്റകൃത്യം ചെയ്തത് എന്ന് പോലീസും കോടതിയും ഒക്കെ ഉറപ്പിക്കുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ ഇവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഫോട്ടോയും വെച്ചിട്ട് ഇതെന്തോ ഭയങ്കര ദുരൂഹതയാണ്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊന്നും യഥാർത്ഥത്തിലുള്ള പ്രതികളല്ല എന്നുള്ള തരത്തിലാണ്. ഇത് നമ്മൾ വിശ്വസിക്കണം. അതുമാത്രമല്ല, നമ്മൾ ഒരു പടി കൂടി കടന്ന് മറ്റൊരു കാര്യം കൂടെ നമുക്കങ്ങ് വിശ്വസിക്കാം. അതായിരിക്കണമല്ലോ അവരുടെ ഒരു ആവശ്യം. ഇസ്ലാം മതത്തിൽ ആരും ഭീകരവാദികളില്ല, എല്ലാവരും നിഷ്കളങ്കരാണ്. പിന്നെ ആരാ ഈ ലോകത്തുള്ള ഭീകരവാദികളൊക്കെ ആരാ? അത് മറ്റു മതത്തിലുള്ള. അതുകൂടെ നമുക്കങ്ങ് വിശ്വസിക്കാം. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ ഈ വെളുപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ പൂക്കളെയും പൂമ്പാറ്റകളെയൊക്കെ സ്നേഹിച്ചിരുന്ന ദീനിയായിട്ടുള്ള യുവാവ്, വിശ്വാസിയായിട്ടുള്ള യുവാവ് അവരിങ്ങനെയൊന്നും ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് അയൽക്കാരുടെ സാക്ഷ്യം, ബന്ധുവിൻ്റെ സാക്ഷ്യം, സുഹൃത്തിൻ്റെ സാക്ഷ്യം, കൂടെ ഒന്നിച്ച് പഠിച്ചവൻ്റെ സാക്ഷ്യം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ സാധാരണഗതിയിൽ വെളുപ്പിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നല്ല A ക്ലാസ് ട്രോള് കിട്ടും എന്നുറപ്പാണ്. കാരണം പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിച്ചിരുന്ന എന്ന തരത്തിൽ യുവമാരെ ഒത്തിരി കളിയാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ഫോടനം അതിൽ ദുരൂഹതയുണ്ട്. എന്ത് ദുരൂഹത? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാതെ 20-22ഓളം ബോംബുകൾ അന്ന് കണ്ടെത്ത് നിർവീര്യമാക്കുകയും ചെയ്തു. അല്ലായിരുന്നുള്ള അവസ്ഥയെന്ന് ഓർത്ത് നോക്കിയേ. ആദ്യം 1-2 ബോംബ് പൊട്ടുന്നു, പരിക്കേറ്റവരും കൊണ്ട് ആശുപത്രി ചെല്ലുമ്പോൾ അവിടെ പൊട്ടുന്നു. ഒന്ന് ഓർത്ത് നോക്കി, എത്ര ആസൂത്രിതമായിട്ട് ചെയ്താണെന്ന് നോക്ക്. പരിക്ക് പറ്റി അവരെ ചികിത്സിക്കാൻ വേണ്ടി ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ആ ആശുപത്രിക്കകത്ത് ബോംബ് പൊട്ടുന്നു. അങ്ങനെ നടത്തിയ ഒരു സംഭവമാണ്. അതിൻ്റെ അന്വേഷണം നടത്തി കുറ്റക്കാരെ തെളിവോടുകൂടി കോടതിക്ക് മുന്നിൽ ഹാജരാക്കി, കോടതിക്ക് അത് ബോധ്യമായി അവരെ 38 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു, 11 പേരെ ജീവപര്യന്തം ശിക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഇവന്മാർ പറയുന്നു ദുരൂഹതയുണ്ടെന്നും ഈ പിടിക്കപ്പെട്ടവരൊന്നും പ്രതികളല്ല എന്ന് പറയുമ്പോൾ ഈ ബോംബൊക്കെ പിന്നെ തനിയെ പൊട്ടിയതാണെന്ന് നമ്മൾ വിശ്വസിക്കണം അല്ലേ? എന്തായാലും മാധ്യമത്തിന് വളരെ വളരെ നന്ദിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, മനോരമയ്ക്ക് കിട്ടാത്ത ഫോട്ടോ മാതൃഭൂമിക്കും കേരള കൗമുദിക്കും ദേശാഭിമാനിക്കും കിട്ടാത്ത ഫോട്ടോ നിങ്ങൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറ്റി. വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആ ഫോട്ടോ പ്രസിദ്ധീകരിച്ചല്ലോ, അത് നാട്ടുകാരെ കാണിക്കാൻ എനിക്കും പറ്റിയല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പ്രത്യേക നന്ദി ഞാൻ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉത്തർപ്രദേശിലോ ബീഹാറിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഉത്തരേന്ത്യ സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും കുഗ്രാമത്തിൽ നടക്കുന്ന കാര്യം, അത് ഏത് തരത്തിലാണ് ഇവിടുത്തെ മാപ്രകൾ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്? അതുമാത്രമല്ല, അവരുടെ ചിത്രമടക്കം, അവരുടെ കുടുംബാംഗങ്ങളുടെ പേരടക്കം, അവർ രാവിലെ കഴിക്കുന്ന ഭക്ഷണമടക്കം അവർ നമ്മളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഏതോ നാട്ടിലെ കുഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും എല്ലാ ഡീറ്റെയിലോടും കൂടി അവർ നമ്മളിലേക്ക് എത്തിക്കും. എന്നാൽ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത്, മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടങ്ങളിലുള്ള 4 ചെറുപ്പക്കാരിൽ 3 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു, ഒരാൾക്ക് ജീവപര്യന്തം. ഇവറ്റകളുടെ ഒന്നും ഫോട്ടോ പോലും അവർക്ക് നമ്മളെ കാണിക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ ഇവനൊക്കെ പിന്നെ എന്ത് തരം മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നത്?